ഇയാൾക്ക് വേണ്ടെങ്കിൽ എന്നെ കളയായിരുന്നല്ലോ, പക്ഷേ ഇത്രയും ഉപദ്രവിച്ചത് എന്തിന്, ഇത്രയും ക്രൂരത കാണിച്ചത് എന്തിന് എന്ന് ഈ ഒരു വിഷയം ഞാനിങ്ങനെ ചിന്തിച്ചു. വെറുതെ ഒരു കള്ളം പറയണോ, സുഖമില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്തിരി ലെങ്തിയാണ്. പിന്നെ ആത്മഹത്യ എന്നൊരു വാക്ക് ചിന്തിക്കുമ്പോൾ മോള് ഒറ്റയ്ക്കാവൂലേ എന്ന് തോന്നും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒത്തിരി നാളായി, നിങ്ങൾക്കറിയാം. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഇനിയിപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് വേണം, സുഖമില്ലാതായി എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആക്ച്വലി വിചാരിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എങ്കിലും അവിടെ പോയി കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ആകുമ്പോൾ ഞാൻ ഓക്കെ ആവും. അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എടുത്ത് ഓരോ ദിവസം ഷോർട്സ് ആയിട്ടിടാൻ, നമ്മളെ വീഡിയോസൊന്നും മുടക്കണ്ട, അങ്ങനെയൊക്കെ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ടത് ഞാനാണ്, എഡിറ്റ് ചെയ്യേണ്ടത് ഞാനാണ്, രോഗിയും ഞാനാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന് ടയേർഡായിട്ട് വേദന കൊണ്ട് കിടന്നെണീക്കുമ്പം ശരി ഇന്നത്തെ ദിവസം പോയി, അപ്പോൾ വിചാരിക്കും നാളെ എടുക്കാം. അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കുന്ന കാര്യമല്ല. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാലേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി, എന്താണ് ഹോസ്പിറ്റലിലായത്, സുഖമായോ, നിങ്ങൾ എന്താ റിപ്ലൈ ചെയ്യാത്ത എന്നൊക്കെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ വയ്യായിരുന്നു, ഹോസ്പിറ്റലിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ റിപ്ലൈ ഇടാനും ഒന്നും നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ. പിന്നെ വിചാരിച്ചു ഒരു വയ്യാത്തതിൻ്റെ റീസൺ പറഞ്ഞൊരു വീഡിയോ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറേ ആലോചിച്ചു, വേണോ വേണ്ടയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ഇത് 4ാമത്തെ തവണയാണ് കിടക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഈ മാസം മാർച്ച് 23-ന് കയറിയതാണ്. ഇപ്പോൾ ഞാൻ വീട്ടിലൊരു 4 ദിവസമായി വന്നത്. കാരണം പീരീഡ്സ് ടൈം ആകുമ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല, ആയുർവേദമല്ലേ. അപ്പോൾ പിന്നെ വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, ബാങ്കിൽ പോകണം, മോൾക്ക് സ്കൂൾ തുറക്കാറായി, അപ്പോൾ യൂണിഫോം മേടിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ആ പീരീഡിൽ ഒന്ന് വീട്ടിൽ വന്നിട്ട് പോകാം എന്ന് വിചാരിച്ചു. ഇനി നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ ആഴ്ച തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എസ്കേപ്പ് ആവാം എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു വന്ന അവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാലോ, ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്തേ പറ്റുള്ളൂ, എങ്കിലേ ബോഡിക്ക് അത്രയും സുഖം കിട്ടത്തുള്ളൂ, അതുകൊണ്ട് പോയിട്ട് വന്നേ പറ്റൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ വിചാരിച്ചു അനുഭവിക്കുന്ന നമുക്കറിയാമല്ലോ ആ വേദന എത്രയാണെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും ഇത്രയും ദിവസം കിടന്നല്ലോ, ബാക്കി ട്രീറ്റ്മെൻറ്റ് കൂടെ കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു 45 ദിവസം വരെ 50 ദിവസം ഹോസ്പിറ്റലിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വെക്കേഷൻ ഫുള്ള് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അമ്മുക്കുട്ടി പറഞ്ഞു, അമ്മ എൻ്റെ വെക്കേഷൻ എല്ലാം ഹോസ്പിറ്റലിൽ തീരുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി, എന്താണ് അസുഖം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആലോചിച്ചു വീഡിയോ ചെയ്യണോ വേണ്ടയോ. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ വന്നിട്ടൊരു ഫേക്കായിട്ടൊരു കാര്യം പറയണത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് വേണോ വേണ്ടയോ കുറേ തവണ ചിന്തിച്ചത് കേട്ടോ. വന്നിട്ട് ജസ്റ്റ് ഒരു കള്ളം പറഞ്ഞ് വീഡിയോ ചെയ്യണോ വേണ്ടയോ അങ്ങനെയൊക്കെ കുറേ ചിന്തകളുണ്ടായി. ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് 4ാമത്തെ തവണയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതെന്ന്. അതായത് 2014 ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്, 2016, പിന്നെ 19 കിടന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കാനൊന്നും പറ്റാതെയായി, ഞാൻ ഇങ്ങനെ കുനിഞ്ഞു പോയി, ബോഡിയൊക്കെ ഇങ്ങനെ കുനിഞ്ഞ് നടക്കാനൊന്നും പറ്റൂല, കാലെടുത്ത് വയ്ക്കാൻ പറ്റൂല, അത്രയും ഒരു കണ്ടീഷനായി. എനിക്ക് ഇപ്പം ഹോസ്പിറ്റലിൽ ആകുന്നതിന് 1 മാസം മുമ്പ് ഇതുപോലെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉളുക്ക് വീണിട്ട് ഞാനിങ്ങനെ കൂനിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു, അതിൻ്റെ ഉളുക്കിൻ്റെ ഗുളിക വാങ്ങി കഴിച്ചു, പെയിൻ കില്ലർ കഴിച്ചു. അങ്ങനെ ഒരാഴ്ച വീട്ടിൽ ഫുൾ ബെഡിൽ കിടപ്പായിരുന്നു, എനിക്ക് എണീക്കാനൊന്നും പറ്റൂല, ആ അവസ്ഥയിലായിരുന്നു. പിന്നെ അത് ഏകദേശം ഒന്ന് ചെറുതായിട്ട് മാറി, വീണ്ടും ഞാൻ വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ആ വീഡിയോ ചെയ്ത് തീർന്നില്ല, അതിനു മുന്നേ ഞാൻ ഇവിടെ ഇരുന്നൊക്കെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് എനിക്കിതുപോലെ ഉളുക്ക് പോലെ വന്നിങ്ങനെ കൂനിപ്പോയിട്ട് നടക്കാനും പറ്റുന്നില്ല, ഇവിടെ തന്നെ വീണ് കിടന്നു. പിന്നെ അമ്മയൊക്കെ വന്ന് അകത്തെടുത്ത് കിടത്തി, അങ്ങനെയൊക്കെ ആയി. പിറ്റേന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു
ഇത്രയും കൂടുതലായിപ്പോയി, അപ്പോൾ ഇപ്പം തന്നെ അഡ്മിറ്റ് ആക്കണം. സാധാരണ ഞാൻ കിടന്ന ഒരു 30-35 ദിവസത്തിലൊക്കെ ഇറങ്ങാറുണ്ട്. കാരണം എനിക്കറിയാം ആയുർവേദ ട്രീറ്റ്മെൻ്റ് അല്ലേ, നമുക്ക് അത്രയും ടൈം എടുക്കും. പക്ഷേ ഇത്തവണയെന്ന് പറഞ്ഞാൽ കൂടുതൽ ദിവസം കിടക്കേണ്ടി വന്നു. ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് കൂടുതൽ ദിവസം കിടക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ സുഖമാവത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ത് വേണമെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം, നമുക്ക് നമ്മളേ ഉള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ കുറേ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ ഓടണമല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം എണീറ്റ് നടക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് നമുക്ക് തിരിച്ചറിയുന്ന നാളുകളായിരുന്നു ഈ കഴിഞ്ഞു പോയത് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ 2014 ഞാൻ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഓരോരോ അനുഭവങ്ങളില്ലേ. നമ്മളെ പ്രതീക്ഷയോടെ ഒരിടത്ത് കല്യാണം കഴിഞ്ഞ് പോവും, അവിടെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ലൈഫല്ല കിട്ടിയത്. അവിടെ ഭയങ്കര ഉപദ്രവമായിരുന്നു. അത് നമുക്ക് ഡെയിലി അതൊരു റൊട്ടീനായിരുന്നു. ഇങ്ങനെ നമുക്ക് ഉപദ്രവിക്കുക, നിസ്സാര കാര്യങ്ങൾക്കായാലും അടിക്കുക, ഉപദ്രവിക്കുക, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ ഒത്തിരി അടിയൊക്കെ കൊണ്ടു ഒരുപാട് ലൈഫിൽ സഹിച്ചു. വീണ്ടും എങ്ങനെയും ജീവിതമല്ലേ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒന്നും പറഞ്ഞില്ല, വീട്ടിലൊന്നും പറയാതെ ഇങ്ങനെ ഞാനെല്ലാം ഉള്ളിലിങ്ങനെ ഒതുക്കി. അവർ ചെയ്യും, അടിക്കും, ഞാൻ കരയും, കാല് പിടിക്കും, അപേക്ഷിക്കും, എൻ്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞ് കരയും. പിറ്റേ ദിവസം അവർ പറയും നീ തെറ്റ് ചെയ്തിട്ടല്ലേ നിന്നെ അടിച്ചത്. പിന്നീട് ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ലൈഫിൽ തെറ്റും ശരിയും എന്താണെന്ന് നമുക്കറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് നമ്മൾ ഒരാൾ ഉപദ്രവിച്ച് നമ്മൾ കരഞ്ഞ് എടുത്തെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ നോർമലാവുന്ന സമയത്ത് അവർ എല്ലാ സൈഡിൽ നിന്നും കൂടെ വന്ന് പറയണം നീ തെറ്റ് ചെയ്തിട്ടില്ലേ നിന്നെ അടിച്ചത്, നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിയാണോ തെറ്റാണോ, ഞാൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലൊരു ലൈഫായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഈ ഒരു സ്റ്റേജിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ശരിക്ക് ഞാൻ എൻ്റെ അമ്മുക്കുട്ടിക്ക് 1.5 വയസ്സാകുമ്പോഴാണ് സെപ്പറേറ്റ് ആകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് ഇപ്പം പെട്ടെന്ന് വന്ന ഇഷ്യൂ അല്ല, ഓൾറെഡി മാരേജ് കഴിഞ്ഞ അപ്പോഴും മുതലേ ഉപദ്രവമാണ്. പിന്നെ വീട്ടുകാരും എല്ലാം കുറേ നാൾ സപ്പോർട്ട് എന്നല്ല, അതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അതാണ് കാര്യം. കാരണം മകൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറയുന്ന ഒരു അച്ഛനും അമ്മയൊക്കെ ഉള്ളൊരു വീട്ടിൽ നമ്മൾ അകപ്പെടുമ്പോഴേ ഒന്നുകിൽ ഞാൻ പഠിച്ച കാര്യം നമ്മളെ ആരെങ്കിലും കൈവയ്ക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് പറയുക, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിനൊരു നട്ടെല്ല് വേണമല്ലോ. ഈ സാധനം എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് സെപ്പറേറ്റായി വന്നാൽ എങ്ങനെ ജീവിക്കും, എനിക്ക് പിന്നെ ഒരു ലൈഫ് ഉണ്ടാകത്തില്ല. അങ്ങനെ കുറേ നമുക്ക് അതിനെ ഒന്ന് ഒപ്പോസ് ചെയ്യേണ്ട ധൈര്യം അങ്ങനെ ഒന്നുമില്ല. എങ്ങനെ നമ്മുടെ ലൈഫ് പോകും. ഞാനൊക്കെ ചിന്തിച്ചത് ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നത് വരെ അയാൾ മാത്രമേ ഉള്ളൂ, അയാളുടെ അടിമയായിട്ട് ജീവിക്കണം, എന്തു വന്നാലും സഹിക്കണം, നമുക്ക് പിന്നെ ഒരു ലൈഫ് കിട്ടൂല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ആ ഒരു പേടിയിൽ നമ്മൾ അത്രയും സഹിച്ച് എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോയി. ഞാനിന്ന് എങ്ങനെ ജീവനോടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ആർക്കും ഉത്തരമില്ല. അതാണ് അതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഇഷ്യൂ വന്നു. അപ്പോൾ അതിൻ്റെ സംസാരങ്ങളൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മുക്കുട്ടിക്ക് 1.5 വയസ്സാണ്. ആ സമയത്ത് ഒരു ദിവസം രാവിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ സംസാരങ്ങളായി. അപ്പോൾ അത് അടിയിലോട്ടായി. അപ്പോൾ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ക്രൂരതയെന്ന് പറഞ്ഞാൽ ക്രൂരതയുടെ അങ്ങേ അറ്റമാണ് കേട്ടോ. സാധാരണ മനുഷ്യരാകുമ്പോൾ നമ്മളെ കൈവച്ചടിക്കും, അങ്ങനെയൊക്കെയാണ്. ഇത് എൻ്റെ ദേഹത്തൊക്കെ ഇടികെട്ട് വെച്ചിട്ടാണ് ഇടിച്ചത് പുള്ളി. അപ്പോൾ എൻ്റെ കയ്യിൽ, ദേഹത്ത്, വയറിൽ ഒക്കെ ഈ ഇടി കൊണ്ട് ചതഞ്ഞു പോയി. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ കാലും കൈയിട്ടൊക്കെ അടിച്ച് ബോധം ഇങ്ങനെ പോയി നാക്കൊക്കെ പുറത്ത് വരുമ്പം താഴെ ഇടും. അങ്ങനെയൊക്കെ ഭയങ്കര ക്രൂരമായിട്ടുള്ള പീഡനമായിരുന്നു. അപ്പോൾ എന്നെ അന്ന് ശരിക്കും ഉപദ്രവിച്ചു. ആദ്യം കുറേ അടിച്ചു. അത് പുള്ളി ഭയങ്കര
ബലമാണ്, നമുക്ക് എതിർത്ത് നിൽക്കാനോ ഒന്നും പറ്റൂല, അതിനുള്ള ശക്തിയും ഇല്ലല്ലോ. അപ്പോൾ കിട്ടുന്ന അത്രയും വാങ്ങും. ഞാൻ കിടന്ന് വിളിച്ചു, തലയിൽ എവിടെയൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ ദേഷ്യം വന്ന് പോയി ഇടികട്ട വെച്ചിട്ട്, അത് ഇരുമ്പല്ലേ, അത് വെച്ച് നല്ലപോലെ ഇടിച്ച് എനിക്ക് മതിയായിട്ട്. അതിനു മുമ്പും ഞാൻ ഇങ്ങനെ ഈ അടി കൊണ്ട് സഹിക്കാൻ വയ്യാതിരിക്കുമ്പം പറയും എൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടാക്കുക, എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തൊന്ന് കൊണ്ടാക്കുക എന്ന് പറഞ്ഞ് ഞാൻ കാല് പിടിച്ച് കരയും. അതുപോലെ അന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞു, അച്ഛൻ്റെ അമ്മയുടെ അടുത്തും കൊണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞിട്ടും ഇവർ വീണ്ടും ഉപദ്രവിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഒരു ചുരിദാർ ഇട്ടിരുന്നു, കഴുത്തിൽ കൂടെ ഇങ്ങനെ ഷോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓടിയ സമയത്ത് പിന്നെ ഇവർ ഇയാൾ ഈ ഷോൾ പിടിച്ച് ബാക്കിൽ നിന്ന് വലിച്ചു. അപ്പം ഞാനിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഓടിയതും ഈ വലിച്ചതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ നേരെ വന്ന് വീണിട്ട് നടു ഇടിച്ചു. അപ്പോൾ ഈ പടിയുടെ മുക്ക് വന്ന് നടുവിലിടിച്ചു. ഇടിച്ച് ഞാനങ്ങ് ബോധം പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ, ചിലപ്പം അടി കിട്ടുമ്പോൾ ഇങ്ങനെ മിന്നലൊക്കെ പോണ ഇതൊക്കെ കാണിക്കും ജഗതിയുടെയൊക്കെ സിനിമയിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അവർ ആ ഒരു സംഭവത്തിനെ ഒരു കോമഡി ആക്കാൻ ചെയ്യണതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ശരിക്കും അടി കിട്ടിയിട്ടുള്ളവർക്കറിയാം ഇതുപോലെ നമ്മൾക്ക് ചില സമയങ്ങളിൽ കിട്ടുന്ന അടി ഭയങ്കരമാകുമ്പോൾ ഇതുപോലെ മിന്നലൊക്കെ പോവും. അങ്ങനത്തെ ഒരു ഫീലിങ്ങിൽ ഞാൻ വീണു. ഞാൻ അവിടെ ഇങ്ങനെ വായൊക്കെ തുറന്ന് പോയി. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ അലറി വിളിച്ചപ്പം ഇയാൾ വന്ന് പറയണ, കണ്ട അവളുടെ അഭിനയം കണ്ട അമ്മ അഭിനയിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആർത്ത് ചിരിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ ആ അമ്മയും പറയുന്നു, എന്തിനാടി അഭിനയിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് അർച്ചന എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും അടിയെല്ലാം കഴിഞ്ഞ് ഇയാൾക്കൊരു ഫോൺ വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, എന്നെ പുറത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇവള് പുറത്ത് പോകാതെ നോക്കിക്കോ എന്ന് പറഞ്ഞ്. അവിടുത്തെ അമ്മയാണ്, അവരെന്ത് ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ പറയുമ്പോൾ അമ്മ തന്നെ എപ്പോഴും പറയുന്നത്, അയാളുടെ അമ്മ. അത് അവർ ചെയ്തതിന് അവർക്ക് അങ്ങനെയല്ലേ, എന്താ എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു പെട്ടെന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇവള് പുറത്ത് പോകാതെ നോക്കിക്കോളണേ എന്ന് പറഞ്ഞ് ഇയാൾ പുറത്ത് പോയി. ആ ഫോൺ വന്നതുകൊണ്ട് അപ്പം അവിടെ അടി തീർന്നു. അപ്പോഴേക്കും എൻ്റെ ബോധമൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ 1.5 വയസ്സാണ്. അപ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈമാണ്. ഞാൻ ഈ ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് അലറി വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് കട്ടിൽ കിടത്തി ഫീഡ് ചെയ്ത് ഇവളിങ്ങനെ പേടിച്ച് എന്നെയും പൊത്തി വെച്ചിട്ട് ഉറങ്ങി കുറേ സമയമായപ്പോൾ ഉറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കിനി രക്ഷപ്പെട്ടാൽ മതി, ഇവിടെ നീ വീട്ടിൽ ഇനി എനിക്ക് ഒരു നിമിഷം പോലും പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. അപ്പോൾ ദൈവമേ എങ്ങനെ ഞാൻ രക്ഷപ്പെടും ഇത് മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ അമ്മായിയാണെങ്കിൽ അവിടെ വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവർ വന്ന് നോക്കിയപ്പോൾ ഞാനും ഉറങ്ങുന്നതെന്ന് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഞാൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഇവരെങ്ങനെ മാറുമെന്ന് ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ഇവരെണീറ്റ് അടുക്കളയിൽ പോയപ്പോൾ പിന്നെ വേറൊരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ പയ്യനാണെങ്കിൽ പട്ടിക്ക് തീറ്റ കൊടുക്കാനൊക്കെ പുറത്തോട്ട് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് മോളെ മാറ്റി കിടത്തി. കാരണം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടേണ്ട ഒരു ആരോഗ്യമോ അവസ്ഥയോ ഒന്നും എനിക്കില്ല. എനിക്ക് സ്വയം പോലും രക്ഷപ്പെടാൻ വയ്യ, ഓടാൻ വയ്യ, നടക്കാൻ വയ്യ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് കുഞ്ഞിനെ എടുക്കുന്നത്? അപ്പോൾ ഞാൻ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ റൂമിൽ പോയിട്ട് എനിക്കറിയാം എൻ്റെ പേഴ്സിൽ എവിടെയോ ഒരു 100 രൂപ ഉണ്ടായിരുന്നു. ആ 100 രൂപ ഞാൻ പെട്ടെന്ന് എടുത്ത് ഞാൻ എൻ്റെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഫ്രണ്ട് വാതിലിൽ കൂടെ ഇറങ്ങി അവരെന്നെ കാണും. അപ്പോൾ ബാക്കിൽ കൂടെ നോക്കിയപ്പം അവരുടെ അമ്മയാണെങ്കിൽ ബാത്റൂമിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, അതുവഴി പാസ് ചെയ്ത് ഇറങ്ങിയത് ഇവർ കണ്ടിട്ട് അർച്ചന എവിടെ പോണേ അയാൾ ഇവിടെ നിന്ന് പോവല്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് ഞാൻ ഓട്ടവും കുറേ ദൂരം ഓടി നമ്മൾ മേളിൽ വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഓട്ടോയോ ബസ്സോ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. ഇവർ വിളിച്ചിട്ട് നിൽക്കാതെ ആ മഴയത്ത് കുഞ്ഞിനെ ഇട്ടിട്ട് റോഡിൽ വന്നപ്പം ഒരു ഓട്ടോ വന്ന് കൈ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മുക്കോലേ പോകണം എന്ന് പറഞ്ഞു. ഓട്ടോ നേരെ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തി. ഞാൻ ഈ 100 രൂപ അയാൾക്ക് കൊടുത്ത് അപ്പോൾ അമ്മയും അച്ഛനെല്ലാം ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അവരെന്ത് പറ്റി ഈ മഴ നനഞ്ഞിങ്ങനെ വന്നു. ഞാൻ ഗേറ്റും തുറന്ന് അകത്ത് കയറി. എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് അമ്മയൊക്കെ നിൽക്കുന്നത്. അകത്തോട്ട് കയറി അപ്പം തന്നെ അങ്ങ് അവിടെ കുഴഞ്ഞു വീണ് എല്ലാവരും കൂടി എടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി വെള്ളമെല്ലാം തന്ന്
എന്തു പറ്റി, കാരണം ഞാൻ ഇയാൾ ഉപദ്രവിക്കുന്ന കാര്യമൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അവർക്ക് അങ്ങനെയേ തോന്നിയില്ല ഞാൻ ഉപദ്രവിച്ച് വന്നതാണെന്നോ ഒന്നും മനസ്സിലായില്ല. ഇവർക്ക് എന്ത് പറ്റി, ഇവള് തല ഇറങ്ങിയല്ലോ എന്ന്. ഞാൻ ബോധം വന്നപ്പം ഇങ്ങനെ കരഞ്ഞ് അപ്പോൾ എൻ്റെ ചുരിദാറിൻ്റെ കൈ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചേച്ചി നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ നീലിച്ച പാട് കിടക്കുന്നു. നോക്കി അവർ പിന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇങ്ങനെ പൊക്കി നോക്കിയപ്പോൾ വയറിലും എല്ലാം നല്ല രീതിയിൽ കിട്ടി. ഇടിച്ച് ചതച്ച് കളഞ്ഞു. പിന്നെ ശരിക്ക് ഇടിച്ച് ചതച്ച് കളഞ്ഞിട്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഇയാൾ ചിലപ്പോൾ അറിയാതെ ചെയ്തതായിരിക്കുമോ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇയാൾ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, അവൾക്ക് ജീവിതകാലത്തേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി എനിക്ക് അവൾ പോയാലും ഒരു പ്രശ്നവും ഇല്ല, കാരണം അവൾക്ക് ജീവിതകാലത്തേക്ക് ഏൽപ്പിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതറിയാതെ അല്ലല്ലോ ചെയ്തത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ ആ ഒരു പരുവാക്കിയത്. നീ ഇനി ജീവിക്കാൻ പാടില്ല, ജീവിച്ചാൽ നീ നേരെ സുഖിച്ച് ജീവിക്കരുത് എന്നുള്ള രീതിയിൽ എന്നെ ഈ ഒരു അവസ്ഥയിലാക്കി. പിന്നെ അന്ന് രാത്രിയായി, എനിക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. രാത്രിയായപ്പോൾ യൂറിനൊന്നും പോവാതെയായപ്പോൾ പിന്നെ കുറച്ച് കണ്ടീഷൻ മോശമായി. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നായപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു, ഈ അടിയല്ലേ കിട്ടിയത്, അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ കൊണ്ടുപോകാം, നല്ലൊരു ഡോക്ടറുണ്ട്, മർമ്മ ഡോക്ടറാണ്, അവിടെ കാണിക്കാമെന്ന് പറഞ്ഞ് അവർ നേരെ എന്നെ പിറ്റേ ദിവസം രാവിലെ ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇവിടെ കാഞ്ഞിരംകുളത്ത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് നടത്തിയല്ല കൊണ്ടുവരുന്നത്, എൻ്റെ ചേട്ടൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവർ വിചാരിച്ച് എന്തോ ആക്സിഡൻറ്റ് കേസാണ്. അങ്ങനെ പെട്ടെന്ന് അവിടെ കിടത്തി ഡോക്ടർ നോക്കിയപ്പം എൻ്റെ ബോഡി എല്ലാം ഇടികൊണ്ട് ചതഞ്ഞ ബോഡി. ഡോക്ടർ പറഞ്ഞു ഇപ്പം തന്നെ സ്റ്റേഷനിൽ കേസ് കൊടുക്കണം, കേസ് കൊടുത്താൽ മാത്രമേ ഇവിടെ ചികിത്സിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ചികിത്സിക്കത്തില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ, ഞാൻ കേസ് കൊടുക്കൂല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, എനിക്ക് ജീവിക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വേശ്യയായിട്ടുള്ള ഒരു സ്ത്രീയെപ്പോലും ഒരു ഭർത്താവ് ഈ രീതിയിൽ ഉപദ്രവിക്കൂല, അപ്പോൾ ഇവനൊക്കെ ഇവനൊക്കെ കഴുമരത്തിൽ കയറ്റണം, ഇവനെ ഒന്നും ഒരിക്കലും വെറുതെ വിട്ടുകൂടാ, മോള് കേസ് കൊടുത്തേ പറ്റൂ, കേസ് കൊടുക്കാതെ ഇവിടെ അഡ്മിറ്റ് ആക്കൂല. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇല്ല ഡോക്ടറെ, എനിക്ക് എൻ്റെ ജീവിതം വേണം, എന്നെ ഇയാൾ ഉപദ്രവിക്കുമെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാവരും അറിഞ്ഞല്ലോ, അപ്പോൾ ഇനി അയാൾക്ക് പേടി കാണും, ഇനി എന്നെ ഒരിക്കലും ഒന്നും ചെയ്യൂല, അതുകൊണ്ട് ഞാൻ കേസ് ഒരിക്കലും കൊടുക്കൂല എന്ന് പറഞ്ഞ് ഞാൻ കരച്ചിലായപ്പോൾ വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല മോള് കേസ് കൊടുക്ക്, നിനക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും വന്ന് ഞാൻ മൊഴി പറയും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ദയനീയമായിട്ട് കരച്ചിലായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിത്തിരി സീരിയസ് ആണ്, പിന്നെ ഞങ്ങളതുകൊണ്ട് എടുക്കൂല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. എൻ്റെ ചേട്ടൻ അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് ഇറങ്ങിയപ്പം വീണ്ടും ഡോക്ടറിനൊരു എന്തോ ഒരു വിഷമം തോന്നിയിട്ട് പറഞ്ഞു അവിടെ ഒന്ന് കിടത്തു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കണ്ടീഷന്. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പം എൻ്റെ ഈ വയറിൻ്റെ വലത് ഭാഗത്ത് കുടലിന് ചലനമില്ല, അങ്ങനെ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണ്. പിന്നെ എന്തൊക്കെയോ ഒരുപാട് ടെസ്റ്റുകൾക്ക് അങ്ങനെയൊക്കെ എഴുതി അന്ന് ഫുള്ള് ഈ ടെസ്റ്റുകൾ കാര്യങ്ങൾ സ്കാനിങ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കുമായി. ശരിക്കും പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ബെഡില്ലായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു നാളെ രാവിലെ ആകുമ്പോൾ ഇവിടെ ഒരു ബെഡ് എങ്ങനെയെങ്കിലും റെഡിയാക്കിയിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ എല്ലാ റിസൾട്ടുമായിട്ട് പിറ്റേന്ന് വന്ന് അഡ്മിറ്റായി. പിന്നെ പറയണ്ട, എൻ്റെ ലൈഫിലെ ഏറ്റവും വേദനയേറിയ ദിവസങ്ങളായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ ആയുർവേദം ഈ ട്രീറ്റ്മെൻറ്റ് അവർ ബോഡിയിൽ എണ്ണയിടുമ്പോഴും തടവുമ്പോഴും ഒക്കെ ഞാൻ കിടന്ന് അലറി വിളിക്കുമായിരുന്നു, വേദന സഹിക്കാൻ വയ്യാതെ. എൻ്റെ ശരീരത്തിലെ ഈ ചതവുകളും പാടുകളും മുറിവുകളും കണ്ടിട്ട് തന്നെ ഈ തടവുന്ന സിസ്റ്റർമാരൊക്കെ ആണെങ്കിൽ അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകും. എൻ്റെ കൂടെ അവർ എന്നെ ചികിത്സിക്കുമ്പോൾ തന്നെ എൻ്റെ നിലവിളി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആ റൂമിൽ. എൻ്റെ അമ്മ അപ്പുറത്ത് നിന്ന് കരയും, ചികിത്സിക്കുന്നവർ കരയും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പുനർജന്മം എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലൊക്കെ 1-2 സിസ്റ്റേഴ്സുണ്ട്. അവരുടെ എന്തൊക്കെയോ അവരെന്നെ നോക്കിയെടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. പിന്നെ അവിടെ വെച്ച് ഒരു 4-5 ദിവസമായപ്പോൾ എൻ്റെ ബോഡി ഫുള്ള് നീര് കൊണ്ട് റെഡിഷ് കളറായി ബോഡിയെല്ലാം. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇതിപ്പം കണ്ടീഷൻ മോശമാണ്, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം, നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ മാറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടുകാർ അവരെ വിളിച്ച് പറഞ്ഞു, പിന്നെ ഡോക്ടർ സീരിയസ് ആണെന്ന് പറഞ്ഞു. എൻ്റെ മോളെ എന്തിനിങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. പിന്നെ അത് വേറെ പ്രശ്നങ്ങളാണ്, അതൊക്കെ പറയാൻ നിന്നാൽ നമുക്കിവിടെ തീരത്തില്ല. എന്തായാലും എൻ്റെ ഈ ജീവൻ നിലനിൽക്കാൻ കാരണവും എല്ലാം ആ ഹോസ്പിറ്റലാണ്.
പിന്നെ എന്തു പറയാൻ, അന്ന് ഒരു 40 ദിവസം വരെ ഞാൻ കിടന്നു ഹോസ്പിറ്റലിൽ. വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ദിവസങ്ങളായി. അപ്പോൾ പിന്നെ എൻ്റെ മോള് അവിടുത്തെ വീട്ടിലായിരുന്നു. പിന്നെ എൻ്റെ മോളെ കാണാൻ കിട്ടിയില്ല. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു വന്ന് ഞങ്ങൾ കേസൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ കുറേ ഇഷ്യൂസ് വീണ്ടും ഉണ്ടായി. എന്തായാലും അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ 3 തവണ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, 3 തവണ കണ്ടിന്യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് ബോഡിയിൽ അത്രയും ഓക്കെ ആവുകയുള്ളൂ എന്ന്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങി വീണ്ടും ഞാൻ തിരിച്ച് ആ വീട്ടിൽ തന്നെ വീണ്ടും പോയി. പിന്നെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ആയി. വീണ്ടും അവിടെ നിന്ന് വീണ്ടും വാങ്ങിച്ചുകൊണ്ട് വന്ന് പിറ്റേ വർഷം ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ 2016 ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നും കോടതി പ്രശ്നം, വഴക്ക്, ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഏകദേശ ടൈം അങ്ങനെ തന്നെ കടന്നുപോയി. പിന്നെ എനിക്ക് പെട്ടെന്ന് വീണ്ടും ഇത്തിരി വയ്യായിക കൂടിയപ്പോൾ 2019 വന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കൊറോണയൊക്കെ ആയി. പിന്നെ ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളില്ലേ, നമുക്ക് ചിലവുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പോകുമ്പോൾ നമുക്ക് കുറേ ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ വേദനകൾ വന്നാലും നമ്മളിങ്ങനെ സഹിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇത്തവണയും എനിക്ക് വയ്യായിക തുടങ്ങിയിട്ട് ഒരു 3-4 മാസമായി. പക്ഷേ എനിക്ക് എപ്പോഴും ടെൻഷനാണ്. കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ 1 വർഷത്തിൽ കൂടുതലായി. കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് ഒരുവിധം വ്യൂസൊക്കെ കയറി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും എൻ്റെ ലൈഫിലെ പ്രശ്നം കൊണ്ട് ഡള്ളാവും. പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതെ ആവും. വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ വീണ്ടും ബ്ലോക്കാവും. ഇങ്ങനെ പോയി. അപ്പോൾ പിന്നെ വിചാരിക്കും ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വീണ്ടും ഞാൻ പ്രശ്നത്തിലാവും. എൻ്റെ വീഡിയോസ് ഇടണം, എനിക്ക് എങ്ങനെയും മോണിറ്റൈസേഷൻ ആക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും ഫസ്റ്റ് റവന്യൂ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ലീവ് എടുക്കാൻ പറ്റൂല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാതെ മാക്സിമം വച്ച് നീട്ടിയതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കാൻ പറ്റാതെയായി. അപ്പോൾ അന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് ഒരു ടൈം പീരീഡിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യണം. കാരണം അത്രത്തോളം നമ്മുടെ ശരീരത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് അത്രയും ഒന്ന് റിക്കവറായി വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് തന്നെ ഞാൻ അലോപ്പതി തേടി പോകാതെ ആയുർവേദം തന്നെ ചെയ്യുന്നത്. കാരണം അത് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ബോഡി ഒന്ന് ശരിയായി വരത്തുള്ളൂ. സോ ഇന്ന് എനിക്കറിയാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്തിരി ലെങ്തിയാണ്. കാരണം ഈ ഒരു വിഷയം ഞാനിങ്ങനെ ചിന്തിച്ചു, വെറുതെ ഒരു കള്ളം പറയണോ, സുഖമില്ല. പക്ഷേ അതങ്ങനെയല്ലല്ലോ. ഇത് എല്ലാം റെക്കോർഡാണ്, മനസ്സിലായോ? റെക്കോർഡിക്കലി മീൻസ് 2014 എന്നെ അടിച്ചത് മുതൽ ഫുൾ റെക്കോർഡാണ്. ഹോസ്പിറ്റൽ റെക്കോർഡ്, നമ്മൾ കേസ് കൊടുത്ത റെക്കോർഡ്, എല്ലാ റെക്കോർഡ്സും ഉണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ഞാനിങ്ങനെ ഇനി ലൈഫ് ലോങ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നമ്മളെ ഉപദ്രവിച്ചവരൊക്കെ ആ ഒരു ടൈമിൽ സന്തോഷിക്കുമായിരിക്കും, നമ്മളെ ചതിച്ചു, ഇങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ. അതൊക്കെ ആരോടും ഒന്നും പറയാനില്ല. എല്ലാം നമുക്ക് ഈശ്വരൻ്റെ ഇതിന് വിട്ടുകൊടുക്കാം. ദൈവം എന്തൊക്കെയോ നമുക്ക് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ആ ദൈവം തന്നെ എന്നെ ഇതുവരെ നടത്തി. അങ്ങനെ ശരിക്ക് ഈ ഒരു കൺഫ്യൂഷൻ, നമുക്ക് ഈ ഒരു വിഷയം വീഡിയോയിൽ പറയണോ വേണ്ടേ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ വന്നൊരു പച്ചക്കള്ളം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ഞാൻ തന്നെ ചെയ്യണ തെറ്റല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഒരു വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ശരി, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ അവർ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ അപ്പം തന്നെ നിങ്ങൾ വീട്ടിൽ പറയുക. അങ്ങനെ നമ്മളൊരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് നമ്മളെ മക്കളെ ഇനി ഒരു ലൈഫിൽ വിടണം. കാരണം നമുക്ക് ഒന്നുകിൽ നമുക്ക് എതിർക്കാൻ ശക്തി വേണം. അപ്പം നമുക്ക് അതിനുള്ള ശക്തി ഇല്ല. അപ്പോൾ ശക്തി ഇല്ലാതിരിക്കുമ്പോൾ കരുത്തരായവരുടെ അടുത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂലല്ലോ. എന്തായാലും എൻ്റെ ലൈഫിൻ്റെ ഏകദേശ പാർട്ടും ഒരു ട്രാജഡി ആയിരുന്നു, തീർന്നു. ആ ലൈഫിൽ നിന്നൊക്കെ മോചനമായി. അങ്ങനെ ഇപ്പോൾ ഞാനും അമ്മയൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഈ നമുക്കിങ്ങനെ വയ്യാണ്ട് വരുമ്പോഴേ, ശരിക്കും നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെയല്ലേ ഇത്രയും അസുഖങ്ങൾ എനിക്ക് വന്നത്, ഇത്രയും ബോഡിക്ക് ഈ പ്രശ്നം വന്നത്.
അപ്പോൾ നമുക്ക് വിഷമം, ഈ ഒരു വേദന അനുഭവിക്കുമ്പം ഞാൻ ഇങ്ങനെ കണ്ണ് നിറയാറുണ്ട്. എന്താ ഇയാൾ കാരണമല്ലേ എൻ്റെ ഇത്, ശരി ഇയാൾക്ക് വേണ്ടെങ്കിൽ എന്നെ കളയാമായിരുന്നല്ലോ, പക്ഷേ ഇത്രയും ഉപദ്രവിച്ചത് എന്തിന്, ഇത്രയും ക്രൂരത കാണിച്ചത് എന്തിന് എന്ന് ഒരു വേദന. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ എന്താ ഒരു കഥ പറയുന്നത് പോലെ ഭയങ്കര കൂളായിട്ടിരുന്ന് പറയണല്ലോ, ഇതെന്താണ് കഥ പറയുന്നത് പോലെ, ഒരു വികാരവും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും. കാരണമെന്ന് പറഞ്ഞാൽ മനസ്സൊക്കെ ഇങ്ങനെ മരവിച്ച് പോണ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ശരിക്കും അനുഭവിച്ചവർക്കറിയാം. എൻ്റെ കണ്ണുനീരും ഒക്കെ തീർന്നു. അത്രമാത്രം ഞാൻ കരഞ്ഞു, വിളിച്ചു, ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നെ ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും സ്ട്രോങ് ആയിട്ട് കൂടെ നിന്നതുകൊണ്ട് തന്നെ. ഇപ്പം അച്ഛയില്ല, പക്ഷേ അമ്മ എപ്പോഴും പറയും, ഞാനൊന്ന് വിഷമിച്ചാലും പറയും ഞാൻ കൂടെ ഇല്ലേ എന്ന് പറയും. ആ ഒരു അമ്മയുടെയൊക്കെ അമ്മ അത്രയും ബാക്ക് ബോൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ തിരിച്ചു വന്നത്. അവരെന്നെ ഒരു നിമിഷം കുറ്റപ്പെടുത്തിയെങ്കിൽ, ഒറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ കാണൂലായിരുന്നു. കാരണം അതിൽ നിന്നൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, കേസ്, വഴക്ക്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ജീവിതം, ആത്മഹത്യ ചെയ്താലും എപ്പോഴും നമുക്ക് ഈ ഒരു ചിന്തയാണ് വരുന്നത്. പിന്നെ ആത്മഹത്യ എന്നൊരു വാക്ക് ചിന്തിക്കുമ്പോൾ മോള് ഒറ്റയ്ക്കാവൂലേ എന്ന് തോന്നും. പിന്നെ വിചാരിക്കും മോളെ കൂടെ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, മോളെ കൂടെ കൊന്നിട്ട് ഞാൻ പോയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എനിക്കതിങ്ങനെ ചിന്തയിൽ വരുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് അതെനിക്ക് വരുന്നില്ല. അപ്പോൾ വീണ്ടും ഈ വേദനകൾ സഹിച്ച് ജീവിക്കും. അവൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ എത്തി. അപ്പോൾ ഇപ്പോൾ എന്താ നമ്മൾ പറയൂലേ, ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാലോ കേട്ടാലോ അങ്ങനെ പൊട്ടിക്കരയാൻ, ചില കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇങ്ങനെ പിണങ്ങിയോ, നമുക്ക് വേണ്ടപ്പെട്ടവർ പിണങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ പെട്ടെന്ന് കരയും. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ എന്ന് വെച്ചാൽ ആ ഒരു റിലേഷൻ. അല്ലാതെ ലൈഫിലെ ഇനി ഇതിൽ കൂടുതൽ വലുതൊന്നും വരാനില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പം ലൈഫിൽ എന്ത് വന്നാലും ഇതിനേക്കാൾ വലുതൊന്നുമില്ല. ശരിക്കും എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. ഇതിനേക്കാൾ വലുതൊന്നും ഇനി എൻ്റെ ലൈഫിൽ വരാനില്ല. ഒരു 10 ജന്മം അനുഭവിക്കേണ്ടതെല്ലാം ഒരു 10 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചു തീർത്തു. പിന്നെ കണ്ണുനീരെല്ലാം വറ്റി. ഇപ്പോൾ അതുകൊണ്ട് കണ്ണുനീരും ഇല്ല, ഒന്നുമില്ല, കൂളായിട്ട് ഇങ്ങനെ ഇരിക്കും. വരുന്ന വേദനകൾ സഹിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ കൂടെ ഈശ്വരൻ ഉണ്ടെന്നൊരു വിശ്വാസം. അങ്ങനെയാണ് എൻ്റെ ഒരു ഹോസ്പിറ്റൽ ജേണി തുടങ്ങിയത്. ഇതിപ്പോൾ നല്ല പ്രശ്നമായി. ഇനിയിപ്പോൾ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു തമാശയ്ക്കൊന്നും തുടങ്ങിയതല്ല എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരണം, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വിചാരിക്കും എനിക്കൊരു വരുമാനം ആയാലോ, മോളെ വളർത്താലോ, അമ്മക്കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇതായാലോ, അങ്ങനെയൊക്കെയാണ്. എൻ്റെ അമ്മയുടെ സപ്പോർട്ടിലാണിത് തുടങ്ങിയത്. അമ്മയാണ് അതിൻ്റെ മെയിൻ, അമ്മയുടെ ഇതിലാണ്. പിന്നെ ഞാൻ അങ്ങനെ ഇതൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാം, എന്തെങ്കിലും അതിലൊരു ഇത് വരുമ്പോൾ വരട്ടെ, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നു. ലൈഫിൽ ദൈവം എന്തെങ്കിലുമൊക്കെ തരും, നമ്മളെ കൂടെ നയിക്കും. ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അതും ഈശ്വരൻ്റെ ഒരു കാരുണ്യം തന്നെയാണ്. അങ്ങനെയൊക്കെ പോണു. ഇത്രയും വലിയൊരു സ്റ്റോറി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും റിപ്ലൈ ചെയ്യാത്തത് കേട്ടോ. എല്ലാവരും എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് പനി വന്നതാണ്, എനിക്ക് ജലദോഷം വന്നതാണ്, ഞാനിപ്പോൾ പോയ വഴിക്ക് വീണതാണ് എന്നെനിക്ക് പറയാൻ ഒരു കാര്യമില്ലല്ലോ. അതാ ഞാൻ ഒന്നും റിപ്ലൈ ചെയ്യാതെ സൈലൻ്റ് ആയിട്ടിരുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ്. ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ എന്ത് പറയാനാ, എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കും എൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ബൈ.